KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പ്രവാചക ദർശനങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. നോട്ടുമാറ്റം പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനമെന്നും കാന്തപുരം. കാന്തപുരത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനം മൌലിദായി തെറ്റിദ്ധരിപ്പിച്ച് SKSS പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ. ഗാനമാലപിച്ച ഹംസ മഹമൂദി KMIC ന്യൂസിൽ. ICF ബഹ്റൈൻ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം സമാപിച്ചു. ബഹ്റൈൻ പാർലമെന്റ് അംഗം ഉദ്ഘാടനം ചെയ്തു. നോട്ട് അസാധുവാക്കൽ പരാജയമെന്ന് വരുത്തിത്തീർക്കാൻ ചിലർ ശ്രമിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. കറൻസി രഹിത സമ്പദ് വ്യവസ്ഥ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും മനസ്സിലാക്കുന്നില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി. വിശദമായ വാർത്തകളിലേക്ക്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിലുള്ള മദ്ഹ് ഗാനത്തെ കാന്തപുരത്തിന്റെ മൌലിദ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കാൻ SKSS പ്രവർത്തകരുടെ ശ്രമം. കഴിഞ്ഞ ദിവസം ഹരിപ്പാട് സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഹുബ്ബ് റസൂൽ സമ്മേളനത്തിലാണ് ഇലൽ ഹബീബ് ബുർദ സംഘത്തിലെ ഹംസ മഹമൂദി കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തുന്ന ഗാനം ആലപിച്ചത്. ഗാനത്തിനിടയിൽ സ്വലാത്ത് ചൊല്ലിയതാണ് കാന്തപുരത്തിന്റെ മൌലിദ് എന്ന രീതിയിൽ SKSS പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. വൈരികളാകെ ഓടിയൊളിക്കും, അസ്വരം കേട്ടാൽ ഞെട്ടിവിറക്കും, ഒരു നോക്ക് കാണാൻ അവരും കൊതിക്കും. മൗലാന മൗലൽ ആലമി സുൽത്താനുൽ ഉലമാ. എന്നാൽ മദ്ഹ് ഗാനവും മൌലിദും തിരിച്ചറിയാനുള്ള വിവേകമില്ലാത്ത ചിലരാണ് ഈ കുപ്രചരണത്തിന് പിന്നിലെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുയരുന്നു. മദ്ഹ് ആലപിച്ച ഹംസ മഹമൂദി KMIC ന്യൂസിനോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഹംസ മഹമൂദി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെക്കുറിച്ച് താങ്കൾ പാടിയ ഒരു ഗാനം സോഷ്യൽ മീഡിയയിൽ കാന്തപുരത്തിന്റെ മൌലിദ് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് നൽകാനുള്ള വിശദീകരണം? പ്രിയപ്പെട്ട KMIC ശ്രോതാക്കളോട്, ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ജലീൽ മടവൂർ സാഹിബ് ചോദിച്ച വിഷയങ്ങൾ, അതിന് മറുപടി പറയുകയാണ്. അടുത്ത ദിവസം ആലപ്പുഴ ഹരിപ്പാട് വെച്ച് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു മീലാദ് റാലിയും ഹുബ്ബുർ റസൂൽ പ്രഭാഷണവും പ്രകീർത്തന സദസ്സും നടന്നിരുന്നു. അതിൽ പ്രകീർത്തന സദസ്സിന് സാധുവായ എന്നെയാണ് ക്ഷണിച്ചിരുന്നത്. ഞാനവിടെ പോയി ധാരാളം ആലിമീങ്ങളും ജില്ലാ ജംഇയ്യത്തുൽ ഉലമ, സംഘകുടുംബത്തിലെ പ്രസ്ഥാന കുടുംബത്തിലെ മുഴുവൻ ആളുകളും അണിനിരന്ന പരിപാടി വളരെ സന്തോഷകരമായിരുന്നു. റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടി അവസാനം അവിടുത്തെ ആലിമീങ്ങളുടെ പ്രവർത്തകന്മാരുടെ ആഗ്രഹമനുസരിച്ച് മഹാനായ സുൽത്താനുൽ ഉലമയുടെ ഒരു മദ്ഹ് ഗാനം പാടണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഒരു പാടണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രചിച്ച ഒരു പാട്ട് അന്ന് പാടിയിരുന്നു. അന്ന് വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇരിക്കട്ടെ, ഇപ്പോൾ അത് ആ സ്റ്റേജിൽ ആലപിച്ചപ്പോ അവിടുത്തെ പ്രവർത്തകന്മാർ വലിയ ആവേശമുള്ളവരായതുകൊണ്ട് മഹാനായ ഉസ്താദിന്റെ മദ്ഹിന്റെ ആ വരികൾ വളരെ രസകരമായതുകൊണ്ടും അവരതിൽ ആനന്ദം പൂണ്ടു. അങ്ങനെ അത് ഞാൻ എഴുതിയത് മശ്രിഖിലും മഗ്രിബിലും നബി ശംസുൽ ഹുദാ ഫീ കുല്ലി സമാനി എന്നുള്ള രീതിയിലാണ് അത് എഴുതിയിരുന്നത്. അങ്ങനെ അത് ആവേശം പൂണ്ടിങ്ങനെ ചൊല്ലി മഹാനായ ഉസ്താദ് കുട്ടികളെ നോക്കുന്നയാളാണ്, പാവങ്ങളെ സഹായിക്കുന്നയാളാണെന്നൊക്കെ പറഞ്ഞ മദ്ഹാണ്. അതിന്റെ ജവാബ് തല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തായി കൊട്ടിച്ച് സ്വലാവാത്തി ചൊല്ലി. അതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മൗലിദാണെന്നും തോന്നുന്നില്ല. മൗലിദ് ആണെന്ന പാട്ടും ബൈത്തൊക്കെ മൗലിദാക്കി ചിത്രീകരിച്ചാൽ അതിനല്ലേ നേരണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര പാട്ടുകളുടെ ഉണ്ട് മുമ്പ്? സ്വലാത്തുള്ള ചെല്ലുന്ന പാട്ടുകളുണ്ട്, യാനബി ചെല്ലുന്ന തുടങ്ങിയ പാട്ടുകളുണ്ട്. അതൊക്കെ മൗലിദാകണ്ടേ? അതാ എത്ര പാട്ടുകളുണ്ട് എന്നെ നമുക്ക് പറയാൻ പറ്റും. ഒക്കെ ഈ ഒരു പാട്ട് മാത്രം മൗലിദിന്റെ ഗണത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അത് മൗലിദ് എന്താണെന്ന് അറിയാത്ത ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. അത് മൗലിദ് അവിടെ ഉണ്ടായിട്ടില്ല. ഒരു മദ്ഹ് ഗാനമാണ് ചൊല്ലിയത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അത്തരം വിമർശകരോട് പറയാനുള്ളത്, ഈ ഗുണഗണങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് സുൽത്താനുൽമക്കൊക്കെ കിട്ടിയത്. അപ്പൊ അതിന് കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നമുക്ക് അനിവാര്യമല്ലേ? അതുകൊണ്ടാണ് സ്വലാവാത്തി അലൻ നബി എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് ഞാൻ അവിടെ സ്വലാവാത്തി അലല്ലേപി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് മൗലിദാണെന്ന് പറയും, പിന്നെ മൗലിദാണെന്ന് പറയാം. ഞാൻ അവിടെ സ്വലാവാത്തി അലല്ലേപി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് മൗലിദാണെന്ന് പറയും, പിന്നെ മൗലിദാണെന്ന് പറയാം. സ്വലാവാത്തി അലൻ നബി എന്നാണ് ചൊല്ലുക. ഹബീബായ നബിന്റെ ഒരു സ്വലാത്ത് ചൊല്ലിയാണ്. ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾ എല്ലാ സമയത്തും സ്വലാത്ത് ചൊല്ലിക്കോളൂ.
റസൂലുള്ളാഹിന്റെ സ്വലാത്ത് സ്വീകരിപ്പിച്ചോളൂ. അത് എബിസ്ഥാന്റെ മത് പറയുമ്പോഴും പറയാം, വാപ്പാന്റെ ഉമ്മാന്റെ മത് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് പറയാം. നന്ദിയാണ്, ആ ഹബീബ് മുഖേനയാണ് നമുക്ക് നന്മ കിട്ടിയിട്ടുള്ളത്. ആ ഹബീബിന്റെ ഒരു സ്വലാത്ത് ചൊല്ലിന്ന് മാത്രം. അപ്പൊ സ്വലാത്ത് ചെല്ലുന്നതൊക്കെ മൗലിദാക്കി കൂട്ടാൻ നിന്നാൽ അത് അജ്ഞത കൊണ്ടുണ്ടാകുന്നതാണ്. ഞാൻ മൗലിദും ചൊല്ലിയിട്ടില്ല, മഹാനായ എപ്പിസ്ഥാനെ കുറിച്ച് മദ്ഹ് പാടിയിട്ടുണ്ട്. അപ്പൊ സന്തോഷം കൊണ്ട് പ്രവർത്തകന്മാർ റസൂലുള്ളാഹിയുടെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, അതിന്റെ പിന്നിലൊന്നും പോയി സമയം കളയേണ്ടതില്ല. പിന്നെ എപി ഉസ്താദ് എന്ത് ചെയ്താലും അത് തെറ്റായി തന്നെ കാണുന്നൊരു വിഭാഗമാണ്. അവരുടെ ജോലിയായിട്ട് നടക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു തആല മഹാന്റെ ദറജ ഏറ്റിക്കൊടുക്കും എന്നതല്ലാതെ വേറൊന്നും സംഭവിക്കാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി ഹംസ മഹമൂദി വിവരങ്ങൾ KMAC ന്യൂസിന് കൈമാറിയതിന്. പ്രവാചക ദർശനങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കോഴിക്കോട് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിൽ മീലാദ് പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിന്റെ ആരംഭകാലം മുതൽ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇന്ന് വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഇത്തരം ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ്. നോട്ടുമാറ്റൽ തീരുമാനം പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നുവെന്നും പ്രധാനമന്ത്രി പാവങ്ങളെ നോക്കിയില്ലെന്നും കാന്തപുരം പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഇപ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്ത് നോട്ട് പ്രശ്നം വന്നു. പണക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു പ്രശ്നമല്ല. അവരടുക്കൽ കോടിക്കണക്കിന് ഉണ്ടാകും. അത് പെട്ടെന്ന് അവര് ബാങ്കിലിട്ട് അട്ടിമറി നടത്തി ബാങ്കിൽ നിന്ന് അവർക്കാവശ്യമുള്ള പണങ്ങൾ സമ്പാദിക്കുന്നു. അതേ സമയത്ത് നിത്യജീവിതത്തിന് മാർഗമില്ലാത്ത പാവങ്ങളായ സാധുക്കളായ ജനങ്ങൾ എത്രമാത്രമാണ് കഷ്ടപ്പെടുന്നത് എന്ന് നാം ആലോചിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ പാവങ്ങളെപ്പറ്റി നോക്കിയില്ല എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. ഈ രാജ്യത്തെ പാവങ്ങളെ നോക്കുകയാണ് ഒരു പ്രധാനമന്ത്രിയും ഭരണകൂടവും എല്ലാം ചെയ്യേണ്ടത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ രാഷ്ട്രീയമായി പ്രസംഗിക്കുകയല്ല, രാഷ്ട്രീയം പറയുകയല്ല. ഏത് പ്രധാനമന്ത്രിയായാലും ഏത് മുഖ്യമന്ത്രിയായാലും ഏത് രാജാവായാലും എല്ലാവരും എല്ലാ ജനങ്ങളെയും ഒന്നായി കാണുകയും പാവങ്ങളെയും കഷ്ടപ്പെട്ടവരെയും ഒരുപോലെ കാണുകയും കഴിവുള്ളവരെ മറ്റൊരു നിലക്ക് കാണുകയും ചെയ്യാതെ എല്ലാവരെയും ഒരുപോലെ കാണുകയും പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, അവരെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിക്കുകയുമാണ് വേണ്ടത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിത് പറയുന്നത് നബിദിനത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവിധ സംഘങ്ങളുടെ പ്രകീർത്തനാലാപനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി സമ്മേളന മിഷൻ അവതരിപ്പിച്ചു. സയ്യിദ് ഖലീലുൽ ബുഖാരി, മന്ത്രി KT ജലീൽ, ലോക പ്രശസ്ത പണ്ഡിതർ, സയ്യിദന്മാർ, സമസ്ത മുഷാവറ അംഗങ്ങൾ, സുന്നി സംഘടനാ നേതാക്കൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. തിരുനബിയുടെ സ്നേഹലോകം എന്ന ശീർഷകത്തിൽ ബഹ്റൈൻ ICF അന്താരാഷ്ട്ര മീലാദ് സമ്മേളനവും ബഹ്റൈൻ ദേശീയ ദിനാഘോഷവും സംഘടിപ്പിച്ചു. പരിപാടി ബഹ്റൈൻ പാർലമെന്റ് അംഗം ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങൾ ബഹ്റൈനിൽ നിന്നും KMAC ന്യൂസ് റിപ്പോർട്ടർ കരീം ഏലംകുളം നൽകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹലോകം എന്ന ശീർഷകത്തിൽ ICF ബഹ്റൈൻ ഈസാ ടൗൺ ഇന്ത്യൻ സ്കൂളിൽ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനവും ബഹ്റൈൻ ദേശീയ ദിനാഘോഷവും സംഘടിപ്പിച്ചു. സമ്മേളനം ബഹ്റൈൻ പാർലമെന്റ് മുൻ അംഗം ഹസൻ ബുഖമസ് ഉദ്ഘാടനം ചെയ്തു. KC സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറിയും മഅദിൻ അക്കാദമി ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി മുഖ്യാതിഥിയായിരുന്നു. SYS സംസ്ഥാന സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി അളമരം മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹിക പ്രവർത്തകൻ റഫീഖ് അബ്ദുള്ള, അബൂബക്കർ ലത്തീഫി തുടങ്ങിയവർ സംസാരിച്ചു. PM സുലൈമാൻ ഹാജി മുഖ്യാതിഥിയെ ഷാളണിയിച്ച് ആദരിച്ചു. റഫ മദ്രസ വിദ്യാർത്ഥികളായ മുഹമ്മദ് ഫായിസ് ജാബിർ, നാഫി നൌഷാദ്, അസുൽ അബ്ദുൽ ഹമീദ് എന്നിവർ ബഹ്റൈൻ ദേശീയ ഗാനം ആലപിച്ചു. മഹ്ദറത്തുൽ ബദരിയ ആത്മീയ മജ്ലിസിന്റെ പ്രഖ്യാപനം ഖലീൽ തങ്ങൾ നിർവഹിച്ചു. മമ്മൂട്ടി മുസ്ലിയാർ, അഷറഫ് ഇഞ്ചിക്കൽ, സയ്യിദ് ബാഫക്കി കോയച്ചങ്ങൾ, ഹൈദർ മുസ്ലിയാർ, VPK അബൂബക്കർ ഹാജി, ഉസ്മാൻ സഖാഫി, ഇസ്മായിൽ മിസ്ബാഹി തുടങ്ങിയവർ സംബന്ധിച്ചു. MC അബ്ദുൽ കരീം സ്വാഗതവും അബ്ദുൽ ഹക്കീം
സഖാഫി നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ മുമ്പായി ICF പ്രവർത്തകരും മദ്രസ വിദ്യാർത്ഥികളും അണിനിരന്ന ബഹ്റൈൻ ദേശീയ ദിന റാലി അരങ്ങേറി. കാസിം വയനാട്, ഷംസു പൂക്കയിൽ, KP മുസ്തഫ ഹാജി, ഷമീർ പന്നൂർ, സുൽഫിക്കർ അലി, അബ്ദുസലാം, അസീസ് കാസർകോട്, ഷമീർ പാട്ടശ്ശേരി, സക്കരിയ ചളവറ, നാസർ പയ്യോളി, റഷീദ്, ബഷീർ ഇലമ്പിളിയം, അബ്ദുള്ള രണ്ടത്താണി, ഫൈസൽ എറണാകുളം തുടങ്ങിയവർ പരിപാടികൾ നിയന്ത്രിച്ചു. ക്യാമറാമാൻ ഷംസു പൂക്കലിനോടൊപ്പം കരീമേലംകുളം. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കറൻസി രഹിത സമ്പദ് വ്യവസ്ഥ എന്തെന്ന് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നില്ലെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. കറൻസിയില്ലാത്ത സമ്പദ് വ്യവസ്ഥയല്ല, കറൻസി കുറവായ സമ്പദ് വ്യവസ്ഥയാണ് ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് പേയ്മെന്റ് ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സമ്മാന നറുക്കെടുപ്പ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അരുൺ ജെയ്റ്റ്ലി. മമ്പാട് ഫാറൂഖാബാദ് 5ാമത് അൽ ഫാറൂഖ് നൂറെ മദീന പരിപാടികൾക്ക് നാളെ തുടക്കം. വിശദമായ റിപ്പോർട്ടിലേക്ക്. മമ്പാട് ഫാറൂഖാബാദ് 5ാമത് അൽ ഫാറൂഖ് നൂറെ മദീന 26, 27, 28 തീയതികളിൽ നടക്കും. 26-ാം തീയതി വൈകുന്നേരം 6:30 ഹുബ്ബുർ റസൂൽ പ്രഭാഷണം വഹാബ് സഖാഫി മമ്പാട് നിർവഹിക്കും. മജ്മഅ മാനേജർ സീഫോർത്ത് അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്യും. അൽ ഫാറൂഖ് ട്രഷറർ ഖാദിർ ഹാജി വടപുറം അധ്യക്ഷത വഹിക്കും. ഹാറൂൻ ഫാദിലി, സാദാത്ത് മമ്പാട്, കുഞ്ഞാപ്പുത്തങ്ങൾ മമ്പാട്, ഹുസൈൻ മുസ്ലിയാർ കാട്ടുപോയിൽ, എഞ്ചിനീയർ സിദ്ദീഖ് ഹാജി, KP ഷൌക്കത്ത്, KM മൌലവി കാട്ടുമുണ്ട, അമ്മാർ മിസ്ബാഹി തുടങ്ങിയവർ പങ്കെടുക്കും. 27-ാം തീയതി വൈകുന്നേരം 6:30 വഹാബ് സഖാഫി മമ്പാടിന്റെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം ഉണ്ടാകും. 28-ാം തീയതി വൈകുന്നേരം നടക്കുന്ന ഇശൽ നിലാവ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്യും. ബാപ്പു തങ്ങൾ മമ്പാട് അധ്യക്ഷത വഹിക്കും. ഹൈദരലി തങ്ങൾ എടവണ്ണ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ഷുക്കൂർ ഇർഫാനി ചെമ്പരിക്ക, സലീം ജൌഹരി കൊല്ലം, സുഹൈൽ സഖാഫി മമ്പാട്, ഷഹീൻ ബാബു താനൂർ, നാസിഫ് കല്ലായി, ഷമ്മാസ് കാന്തപുരം എന്നിവരുടെ പ്രകീർത്തനവും അഹമ്മദ് നബീൽ ബർക്കാത്തി ബാംഗ്ലൂരിന്റെ നഅത്തും അരങ്ങേറും. കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ സോൺ സെക്രട്ടറി കൊമ്പൻ മുഹമ്മദ് ഹാജി, വഹാബ് സഖാഫി മമ്പാട്, MT അഹമ്മദ് കബീർ കമ്പനിപ്പടി തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.